नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम पिता के पत्र पुत्री के नाम नामक पत्र की कुछ भाग पढ़ा था। किसने लिखा? ये जवाहरलाल नेहरू जी ने लिखा, उनकी बेटी इंदिरा गांधी के लिए लिखा था, है ना। तो उसकी बाकी भाग हमें पढ़ना चाहिए। आज पेज नंबर 63 लास्ट पैराग्राफ देखा। सब अपने टेक्स्ट बुक लेना, ध्यान से बैठना, ओके। इस तरह हमारी जमीन भी सूरज से निकली थी। इस तरह इതുപോലെ हमारी जमीन भी, നമ്മുടെ जमीन क्या है? पिछले क्लास में मैंने लिखा था जमीन क्या है? जमीन का अर्थ है भूमि। इस तरह हमारी जमीन भी ഇതുപോലെ നമ്മുടെ ഭൂമിയും सूरज से निकली थी। സൂര്യനിൽ നിന്നാണ് എന്ത് പുറപ്പെട്ടത്? उस जमाने में यह बहुत गर्म रही होगी। उस जमाने में ആ ഒരു സമയത്ത്, जमाना क्या है? आ ഒരു कालघട്ടത്തിൽ यह बहुत गरम रही होगी। गरम क्या है? गरम का अर्थ है हॉट। गरम क्या है? हॉट, ओके। गरम हॉट, गरम क्या है? हॉट। उस जमाने में ആ ഒരു കാലഘട്ടത്തിൽ यह बहुत गरम रही होगी, ഇത് വളരെ ചൂടായിരുന്നു। എന്തായിരുന്നു ചൂടായിരുന്നു? നമുക്ക് നോക്കാം। इसके चारों तरफ की हवा भी बहुत गरम रही होगी। इसकी चारों तरफ, ഇതിന്റെ നാല് ചുറ്റുമുള്ള, चारों तरफ क्या है? നാല് ചുറ്റുമുള്ള ഹവ, കാറ്റും, ഹവ क्या है? കാറ്റും बहुत गरम रही होगी, വളരെ ചൂടായിരുന്നിട്ടുണ്ടാവണം. അദ്ദേഹം പറയാണ് വളരെ ചൂടായിരുന്നിട്ടുണ്ടാവണം. लेकिन सूरज से बहुत छोटी होने के कारण वह जल्द ठंडी होने लगी. കണ്ടോ? लेकिन सूरज से बहुत छोटे होने के कारण, എന്നാൽ സൂര്യനിൽ നിന്ന് വളരെ ചെറുതായത് കാരണം വഹ ജൽദ് ठंडी होने लगी, അത് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? തണുക്കാൻ തുടങ്ങി. ठंडी होना തണുക്ക. तो गरम का ऑपोजिट क्या है? ठंडा. गरम, गरम ചൂടാണെങ്കിൽ ठंडा क्या होगा? ठंडा कोल्ड, है ना। सूरज की गर्मी भी प्रतिदिन कम होती जा रही है. സൂര്യൻ്റെ ആ ഒരു ചൂടും എന്താണ്? പ്രതിദിൻ, ഓരോ ദിവസം കഴിയും തോറും പ്രതിദിനം ചൂട് കുറഞ്ഞുകൊണ്ട് വന്നു. लेकिन उसे बिल्कुल ठंडा हो जाने में लाखों बरस लगेंगे. लाखों, लाख क्या है? लाख मीन्स लक्षम, लाख. देन बरस क्या है? बरस का अर्थ है, यहाँ देखो, साल या वर्ष. बरस क्या है? साल या वर्ष, ओके. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നത് എന്താണ്? ലേക്കിൻ ഉസെ ബിൽക്കുൽ ഠണ്ട ഹോനെ കെ ലിയെ, ഇത് ഏറ്റവും ഇത് ചൂടാണെന്ന് പറഞ്ഞു അല്ലേ? ഈ ചൂട് മാറി ഇത് തണുപ്പാവണമെങ്കിൽ എന്താണ്? ലാഖോ ബർസ്, ലാഖ് ക്യാ ഹെ? ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആര് തണുക്കാനാണ്? നമ്മുടെ സൂര്യൻ. സൂരജ് കി ഗർമി ഭി പ്രതിദിൻ കം ഹോത്തി ജാ രഹി ഹെ. സൂര്യൻ്റെ ചൂടും പ്രതിദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ പക്ഷേ ഉസെ ബിൽക്കുൽ ഠണ്ട ഹോ ജാനെ കെ ലിയെ ബിൽക്കുൽ ലാഖോ ബരസ് ലഗേംഗെ. പക്ഷേ ഇത് പൂർണ്ണമായും തണുക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. സെമീൻ കോ ഠണ്ട ഹോനെ മേ ബഹുത് थोड़े दिन लगे. लेकिन സെമീൻ കോ ഠണ്ട ഹോനെ മേ, ഭൂമി തണുക്കാൻ വളരെ കുറച്ച് വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. കാരണം എന്താണ്? സൂര്യനെ അപേക്ഷിച്ച് ഭൂമി വളരെ ചെറുതാണ്, ഓക്കെ. ജമീൻ കോ ഠണ്ട ഹോനെ മേ ബഹുത് थोड़े दिन लगे. जब यह गरम थी, എപ്പോഴാണോ ഇത് ചൂടായിരുന്നത്, तब इस पर कोई भी जानदार चीज़ें जैसे आदमी, जानवर, पेड़ या पौधे नहीं रह सकते थे. तो उन्होंने बोला कि जब हमारी ज़मीन बहुत गरम थी, എപ്പോഴാണ് നമ്മുടെ ഭൂമി ചൂടായിരുന്നത്, तब इस पर कोई भी जानदार चीज़, ആ സമയത്ത് നമ്മുടെ ഭൂമിയിൽ ഒരു തരത്തിലുള്ള ജീവജാലങ്ങളും, जानदार चीज़, जानदार चीज़ का अर्थ है लिविंग थिंग्स. क्या है? जानदार.
जानदार चीज़ क्या है? ലിവിങ് തിങ്സ്. അപ്പോൾ ആ സമയത്ത് ഒരു തരത്തിലുള്ള ലിവിങ് തിങ്സും നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഭൂമി ഇങ്ങനെ തിളച്ചു മറിയുന്ന സമയമാണ് അല്ലേ. ജയ്സെ ആദ്മി, എന്തൊക്കെയാണ് ഇനി ജാൻദാർ ചീസ് ഇവിടെ പറയുന്നത്? ആദ്മി മനുഷ്യൻ, ജാൻവർ മൃഗങ്ങൾ, പേട് യാ പൗധേ മരങ്ങളും ചെടികളും, നഹി രഹ സക്തേ थे, ഇതൊന്നും ആ സമയത്ത് അവിടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സബ് ചീസേം ജൽ ജാത്തി, എല്ലാ വസ്തുക്കളും എന്തുമായിരുന്നു? കരിഞ്ഞു പോകുമായിരുന്നു. കാരണം ഭൂമി ഇങ്ങനെ ജ്വലിക്കുന്ന ഒരു ഗോളമായി തന്നെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ജീവൻ അതിലുണ്ടാവുക? ജീവൻ ഉണ്ടാവുകയല്ലേ അല്ലേ. देन अगला पेज नंबर 64. जैसे सूरज का एक टुकड़ा डूबकर जमीन बन गया, जैसे എങ്ങനെയാണോ സൂരജ് കാ एक टुकड़ा സൂര്യന്റെ ഒരു കഷ്ണം പൊട്ടിത്തെറിച്ച് ജമീൻ ബൻ ഗയ ഭൂമിയായി തീർന്നത്. സൂര്യന്റെ ഒരു കഷ്ണം എങ്ങനെയാണോ പൊട്ടിത്തെറിച്ച് ഭൂമിയായി തീർന്നത്, ഇസീ തരഹ് ഇതുപോലെ ജമീൻ കാ एक टुकड़ा डूबकर निकला और ചാന്ദ് ബൻ ഗയ ഭൂമിയുടെ ഒരു കഷ്ണം പൊട്ടിത്തെറിച്ച് അത് ചന്ദ്രനായി മാറി. ഇവിടെ അദ്ദേഹം പറഞ്ഞത് സൂര്യൻ്റെ ഒരു കഷ്ണം പൊട്ടിത്തെറിച്ച് അത് ഭൂമിയെ മാറി, ആ ഭൂമിയിലെ ഒരു കഷ്ണം പൊട്ടിത്തെറിച്ച് അത് ചന്ദ്രനായി മാറി. ചാന്ദ് ക്യാ ഹൈ? മൂൺ, ചന്ദ്രൻ. മഗർ ജമീൻ കോ ठंडा होने में भी बहुत दिन लगे. എന്നാൽ ജമീൻ നമ്മുടെ ഭൂമി ठंडा होने में തണുക്കാൻ വേണ്ടിയിട്ട് ബഹുത് ദിൻ ലഗേ വളരെയധികം ദിവസങ്ങൾ വേണ്ടി വന്നു. ധീരെ ധീരെ സെമീൻ കി ഊപ്പറി തഹ് തോ ज़्यादा ठंडी हो गई. धीरे धीरे पदके पदके जमीन के ऊपरी तह, तह का अर्थ है सतह, तह क्या है? तह का अर्थ है सतह. सतह मीन्स ऊपरी तलम എന്നാണ് കേട്ടോ. क्या है? ഉപരിതലം. അപ്പോൾ ഇവിടെ പറയുന്നത് ധീരെ ധീരെ പതുക്കെ പതുക്കെ സെമീൻ കെ ഊപ്പരി തഹ് ഭൂമിയുടെ ഉപരിതലം, ഭൂമിയുടെ മേൽഭാഗം ജ്യാദാ ഠണ്ഡി ഹോ ഗയി പെട്ടെന്ന് തന്നെ കൂടുതലായി തണുത്തു തുടങ്ങി. ലേക്കിൻ ഉസ്കാ ഭീത്തറി ഹിസ്സ ഗരം ബനാ രഹാ. ലേക്കിൻ ഇസ് ഹമാരി സെമീൻ കാ ഭീത്തറി ഹിസ്സ, നമ്മുടെ ഭൂമിയുടെ അടിയുണ്ടല്ലോ, അടിഭാഗം എന്ത് ചെയ്തു? ഗരം ഹോനയിലേക്ക്, അങ്ങനെ ചൂടായി തന്നെ നിന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ജിയോഗ്രഫിയിൽ മാൻഡിൽ, കോർ, ക്രസ്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? നമ്മുടെ ഭൂമിയുടെ അടിഭാഗമാണല്ലേ, മണ്ണിനടിഭാഗമാണ്. അപ്പോൾ അതൊക്കെ എന്തായി? ചൂടായി തന്നെ ഇരിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ ഈ പ്രതലം, ഉപരിതലം എന്ത് ചെയ്തു? തണുത്തു തുടങ്ങി. ചാന്ദ് ഭി ഠണ്ഡാ ഹോനെ ലഗാ. ചന്ദ്രനും എന്ത് ചെയ്തു? തണുക്കാൻ തുടങ്ങി. വഹ് ജമീൻ സേ ഭി ജ്യാദാ ഛോട്ടയാ इसलिए उसके ठंडे होने में जमीन से भी कम दिन लगे. तो उन्होंने बोला कि हाँ हमारी चांद हमारी जमीन से देखकर जमीन से क्या ജ്യാദാ ഛോട്ടാ താ. അതായത് ചന്ദ്രൻ ഭൂമിയെ അപേക്ഷിച്ച് എന്താണ്? വളരെ ചെറുതാണ്. കണ്ടോ, വഹ് ജമീൻ സേ ഭി ജ്യാദാ ഛോട്ടാ താ. കോൺ? ചാന്ദ്. ചാന്ദ് जमीन से भी ज़्यादा छोटा होता था, इसलिए वह ठंड होने में जमीन से भी कम दिन लगे. അതുകൊണ്ട് ചന്ദ്രൻ ഭൂമി തണുക്കുന്നതിനേക്കാളും വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആര് തണുത്തു? ചന്ദ്രൻ തണുത്തു. जब जमीन ठंडी हो गई तो हवा में जितनी भाप थी, भाप का अर्थ है क्या है? भाप. भाप का अर्थ है स्टीम. സ്റ്റീം അല്ലെങ്കിൽ നീരാവി, നമ്മൾ ആവി എന്ന് പറയും. क्या है? ജബ് ജമീൻ ഠണ്ഡി ഹോ ഗയി തോ, എപ്പോഴാണോ ഭൂമി തണുക്കാൻ തുടങ്ങിയത്, ഹവാമേ ജിത്തനി ഭാപ്തി, ആ സമയത്ത് അന്തരീക്ഷത്തിൽ എത്രത്തോളം സ്റ്റീം, ആവി, നീരാവി ഉണ്ടായിരുന്നുവോ, വഹ് ജംകർ, അതെല്ലാം കൂടി കൂടിയിട്ട് പാനി ബൻ ഗയി, വെള്ളമായി തീർന്നു. കണ്ടോ, ആ നീരാവി ചേർന്ന് എന്തായി? പാനിയായി, വെള്ളമായി. और शायद ഒരു പക്ഷേ മേഘ ബൻകർ ബർസ് പടി ഹോങ്കി. മേഘ, മേഘ का अर्थ क्या है? മേഘം, ക്ലൗഡ്. ഇങ്ങനെയാണ് മേഘം, ബാദൽ. ഓക്കെ, മേഘങ്ങളായി തീർന്ന് മഴയായി പെയ്യാൻ തുടങ്ങിയത്. ഉസ് ജമാനെ മേ ബഹുത് ഹി ജ്യാദാ പാനി ബർസാ ഹോഗ. ആ സമയത്ത് ഒരുപാട് മഴ പെയ്തിട്ടുണ്ടാവണം, ഒരുപാട് വെള്ളം മഴയായി പെയ്തിട്ടുണ്ടാവണം. യഹ് സബ് പാനി സെമീൻ കെ ബഡേ ബഡേ ഗഡ്ഡോ മേ ഭർ ഗയ. ഈ ജലം എന്ത് ചെയ്തു? നമ്മുടെ ഭൂമിയുടെ വലിയ വലിയ കുഴികൾ, നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ എന്താണ് കറക്റ്റ് ഉള്ളൊരു പ്രതലം അല്ലല്ലോ, എന്താണ് കുണ്ടും കുഴികളും ഒക്കെ ഉണ്ട് അല്ലേ.
അതായത് നിരപ്പായി കിടക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല. ചില ഭാഗം കുഴിയാണ്, ചില ഭാഗം നല്ല കയറ്റമായിരിക്കും, പൊക്കമായിരിക്കും, ചില ഭാഗം നല്ല ഇറക്കമായിരിക്കും അല്ലേ. അപ്പം മഴ പെയ്തപ്പോൾ എന്ത് ചെയ്തു, ഈ കുഴികളിലൊക്കെ ആദ്യം വെള്ളം നിറയാൻ തുടങ്ങി. देखो यहाँ गड्ढा का अर्थ है क्या है? गड्ढा का अर्थ है पिट. ये देखा गड्ढा पिट, पिट का अर्थ है कुഴി. ഓക്കെ, गड्ढों में पानी भर गया. ഈ കുഴികളിലെല്ലാം ആദ്യം എന്ത് ചെയ്തു, മഴവെള്ളം നിറഞ്ഞു. और उस तरह അതുപോലെ തന്നെ ബഡേ ബഡേ സമുദ്ര और സാഗർ ബൻ ഗए. അതിനുശേഷം വലിയ വലിയ സമുദ്രങ്ങൾ, സമുദ്ര ക്യാ ഹെ ഓഷ്യൻസ്, और സാഗർ, സാഗർ ക്യാ ഹെ സീ. സാഗരവും സമുദ്രവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ, ഓഷ്യനും സീയും തമ്മിൽ വ്യത്യാസമില്ലേ. അപ്പോൾ വലിയ വലിയ ഓഷ്യൻസും സീയും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ജ്യോം ത്യോം ജമീൻ ठंडी होती गई. എങ്ങനെയാണോ നമ്മുടെ ഭൂമി തണുക്കാൻ തുടങ്ങിയത്, और समुद्र ही ठंडे होते गए. അങ്ങനെ നമ്മുടെ സമുദ്രം, ഭൂമി എങ്ങനെയാണോ തണുത്തത് അതുപോലെ തന്നെ നമ്മുടെ കടലും എന്ത് ചെയ്തു, തണുത്തു തുടങ്ങി, സമുദ്രവും തണുത്തു തുടങ്ങി. ജ്യോത്യം ദോനോ ജാൻതാർ ചീസോം കെ രഹനെ ലായക് ഹോത്തെ ഗേ. അങ്ങനെയാണ് നമ്മുടെ ഭൂമിയിലും കടലിലും അല്ലെങ്കിൽ സമുദ്രത്തിലും എന്താണ്, ജീവജാലങ്ങളൊക്കെ ജന്മം കൊള്ളാൻ തുടങ്ങിയത്. ദൂസരെ ഖത്തുമേം അദ്ദേഹം പറയാണ്, അടുത്ത കത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ കത്തിൽ മേ തുമേം ഞാൻ നിനക്ക് ജാൻതാർ ചീസോം കെ പെയ്താ ഹോനെ ക ഹാൽ ലിഖൂംഗ, എങ്ങനെയാണ് ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. തുമാരാ പിതാ ജവഹർലാൽ നെഹ്റു, നിന്റെ അച്ഛൻ ജവഹർലാൽ നെഹ്റു. അപ്പോൾ അദ്ദേഹം ലെറ്റർ എങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്ന് കണ്ടോ. ദൂസരെ ഖത്തുമേം രണ്ടാമത്തെ കത്തിൽ കേസെ ഇസ് ദുനിയാ മേം ജാൻദാർ ചീസേങ്കി പൈദാ ഹോനെ കാ ഹാൽ മേ ലിഖൂംഗ. രണ്ടാമത്തെ കത്തിൽ ഞാൻ എന്തായാലും നിനക്ക് ജീവനുള്ള ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഉൽപ്പത്തി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം എന്ന് നിന്റെ സ്വന്തം അച്ഛൻ കണ്ടോ, തുമാരാ പിതാ ജവഹർലാൽ നെഹ്റു. ഇതാണ് ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ലെറ്റർ എഴുതേണ്ടതും. ഇങ്ങനെയല്ല, മാറ്റർ എന്താണ് വ്യത്യാസമായിരിക്കാം, പക്ഷെ നമുക്ക് എങ്ങനെ തുടങ്ങാം, പ്രിയ ഇന്ദു. ഇവിടെ അദ്ദേഹം എങ്ങനെയാണ് സംബോധന ചെയ്തത്, പ്രിയ ഇന്ദു. അപ്പം നമ്മളൊരു സുഹൃത്തിനെ എഴുതുകയാണെങ്കിൽ എന്താ, പ്രിയ സഹേലി, അല്ലെങ്കിൽ പ്രിയ ആയിഷ, പ്രിയ ആമിന, വൈസ ലിഖന. ഒരു മാറ്റർ ലിഖനയ്ക്ക് ബദ്, എന്നിട്ട് ഇതിനകത്തുള്ള എഴുതാനുള്ള മാറ്റർ എഴുതണം. അതിനുശേഷം ലാസ്റ്റ് ക്യാ ഹേ, തുമാര പിത. അപ്പം തുമാര പിത എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ, തുമാര മിത്ര, മിത്രൻ്റെ പേര് ആമിന, അല്ലെങ്കിൽ ക്യാ ഹേ ആയിഷ, ओके, അല്ലെങ്കിൽ हसना फसना ऐसा लिखना. ओके, तो बाकी हम अगले क्लास में पढ़ूंगा. तब तक धन्यवाद.